കൊല്ലം വർഗീസ് എന്ന് പറയുന്ന വചനപ്രഘോഷനെ കരയാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വിശുദ്ധ കുർബാന വേണം, എനിക്ക് കുമ്പസാരം വേണം. കരഞ്ഞ് അദ്ദേഹം 203 മടിജപം ചൊല്ലി ലുത്തീനയിൽ അവസാനിപ്പിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ ഒരാൾ പറയുന്നു തട്ടി. ഒരു പാന്റ് ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം ചോദിച്ചു, വർഗീസ് ബ്രദറാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് ബ്രദറിനെ അറിയാം, ബ്രദറിന്റെ ടോക്ക് ഞാൻ TV കേട്ടിട്ടുണ്ട്. ഞാനൊരു വൈദികനാണ്, ഞാൻ കൊല്ലത്തുള്ള ആളാണ്. പക്ഷെ രാവിലെ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ചെക്കിംഗ് ഉണ്ട്, ഒരു ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എനിക്കങ്ങോട്ട് തോന്നി 40 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ്. അപ്പൊ ഞാൻ ചാപ്പൽ കയറിയിരിക്കുമ്പോൾ എന്നോട് മാതാവ് പറയും, ബ്രദർ എനിക്കറിയില്ല, ബ്രദർ അവിടെ മുട്ടുകുത്ത് എന്നോട് പറയും, ഇവിടെ ബലി അർപ്പിക്കണം, ആ മനുഷ്യനെ കുമ്പസാരിപ്പിക്കണം. ഒരു വചനമാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധനായ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പൗലോസ്ലീഹ കൊളോസോസ് ലേഖനം 1:24 ദൈവമക്കൾക്ക് ആത്മാവിനാൽ പ്രേരിതമായി കൊടുത്ത വചനമാണ്. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ശ്രദ്ധിക്കണേ. സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതി ഉള്ള സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എഫേസ്യസ് 1:23 പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ നമുക്ക് സഭയിൽ 2 ഭാവമുണ്ട്. ശ്രദ്ധിക്കുക. 1-ാമത്തെ ഭാവമാണ് ദൃശ്യഭാവം, 2-ാമത്തെ സഭയുടെ ഭാവമാണ് അദൃശ്യഭാവം. ഇപ്പൊ 2 ഭാവവും ചേർന്നതാണ് സഭ. ദൃശ്യഭാവവും അദൃശ്യഭാവവും, അദൃശ്യമായ സഭയും ദൃശ്യമായ സഭയും ചേർന്നതാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണതയും മനുഷ്യന്റെ അപൂർണതയും കൂടിച്ചേർന്നതാണ് സഭ. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ പൂർണ്ണതയും മനുഷ്യന്റെ അപൂർണതയും കൂടിച്ചേരുന്നതാണ് സഭ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് ഈ കാലയളവിൽ പരിശുദ്ധ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും മാധ്യമങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും സമൂഹത്തിലൂടെയും ഫ്രീമേസണിലൂടെയും സഭയെ ആക്രമിക്കുമ്പോൾ ഓരോ ആത്മായ മക്കളും സഭയുടെ നെടുതൂണായി സഭയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആവശ്യപ്പെടുന്നു. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുക, സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലെ കുറവുകൾ എൻ്റെ സഹനത്തിലൂടെ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ സഭയെ നവീകരിക്കുന്നു. ഇപ്പൊ സഭയെ നവീകരിക്കാനുള്ള കടമ വൈദികർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് പിതാക്കന്മാർക്ക് മാത്രമല്ല, ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയിൽ മാമോദീസ വഴി ഒരു വ്യക്തി സഭയിൽ അംഗമാകുമ്പോൾ ആ വ്യക്തി അന്നു മുതൽ സഭയുടെ ഭാഗമായി സഭയെ വിശുദ്ധീകരിക്കാൻ കടപ്പെട്ട വ്യക്തികളാ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഇപ്പൊ സഭയെ നമുക്ക് എങ്ങനെ വിശുദ്ധീകരിക്കാം? സഭയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കാം? പല ആത്മായ സഹോദരങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ തെറ്റായ ചിന്തയുണ്ട്. സഭ എന്ന് പറയുന്നത് മാർപ്പാപ്പയും മെത്രാന്മാരും കർദിനാളുമാരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ വൈദികരും അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരെയാ സഭ എന്ന ഒരു തെറ്റിദ്ധാരണ അനേകം ആത്മായരുടെ മനസ്സിലേക്ക് പിശാച് കോരിയിട്ടിട്ടുണ്ട്. ദൈവമക്കളെ, സഭ എന്ന് പറയുന്നത് വൈദികരും സമർപ്പിതരും അൽമേനികളും ഉൾപ്പെട്ടതാണ് സഭ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് ഗാർഹിക സഭ എന്ന് പറയും. ഗാർഹിക സഭ എന്ന് പറയുന്നത് അത് കുടുംബമാ. അപ്പൻ, അമ്മ, മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉൾപ്പെട്ട കുടുംബം ഒരു സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാ.
അപ്പൊ കുടുംബത്തിൽ നിന്നാണ് വൈദികരുണ്ടാകുന്നത്, കുടുംബത്തിൽ നിന്നാണ് സിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്, കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധരുണ്ടാകുന്നത്, കുടുംബത്തിൽ നിന്നാണ് പ്രേക്ഷിതരുണ്ടാകുന്നത്. അപ്പൊ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, സഭയ്ക്ക് വേണ്ടി ഈ കാലയളവിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ കഴിഞ്ഞ 6 മാസമായി പബ്ലിക് ശുശ്രൂഷയില്ല, പല ദേവാലയങ്ങളും അടഞ്ഞു കിടക്കുന്നു, പബ്ലിക് കൺവെൻഷൻ ഇല്ല. പക്ഷെ ഈ കാലയളവിൽ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തില് അംഗമായ എനിക്കും നിങ്ങൾക്കും ഈ സഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2000 വർഷമായി നിലനിൽക്കുന്ന ഏക സത്യസഭ, 2000 വർഷമായി അടയ്ക്കാത്ത ലോകത്തിലെ ഏക ഓഫീസ് എന്ന് പറയുന്നത് വത്തിക്കാന്റെ ഓഫീസാ. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നും അന്നും തകർക്കാൻ മേലാത്തത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയാ. എന്തുകൊണ്ടാണ് പിശാചിന് ഈ സഭയോട് ഇത്ര ദേഷ്യം? എന്തുകൊണ്ടാണ് പിശാചിന് ഈ സഭയെ തകർക്കാൻ, ഇഞ്ചിഞ്ചായി തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് വചനത്തിനറിയാം. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് ഈശോ മിശിഹ കേസരിപ്പരിപ്പ് പ്രദേശത്ത് ചുറ്റി സഞ്ചരിച്ച ശേഷം ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, നീ ഏലിയാണെന്ന് പറയുന്നു, പ്രവാചകനാണെന്ന് പറയുന്നു. ഉടനെ ഈശോ പത്രോസിനോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ശ്ലീഹന്മാർ പറയുന്നത്, അപ്പസ്തോലന്മാർ പറയണത്? ഉടനെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവമക്കളെ, തുടർന്നുള്ള വചനം ശ്രദ്ധിച്ചോ. ഈ വചനം, ഈ കൺവെൻഷൻ ലോകം മുഴുവൻ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെയും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വചനമുണ്ട്. സഭ തകർന്നു, സഭ തകർന്നു, സഭയിൽ പ്രശ്നമാണ്, സഭയിൽ അരാജകത്വമാണെന്ന് പറയുന്ന ദൈവമക്കളെ മനസ്സിലേക്ക് കുറിച്ചിടുന്ന വചനമുണ്ട്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് മനുഷ്യനല്ല, സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹ നേരിട്ട് വെളിപ്പെടുത്തിയ വചനമാ. അതുകൊണ്ട് എത്ര അടിച്ചാലും എത്ര നോക്കിയാലും ഈ സഭയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ പറഞ്ഞേ. എത്ര നാളായിട്ട് നോക്കി. നെപ്പോളിയൻ എന്ന് പറയുന്ന ചക്രവർത്തി പിയൂസ് 7-ാമൻ മാർപ്പാപ്പയുമായിട്ട് ഒരു തർക്കമുണ്ടാകുക. നെപ്പോളിയൻ ചക്രവർത്തി കൈ ചൂണ്ടിയിട്ട് പറയുക, ഈ സഭയുണ്ടല്ലോ ഞാൻ ഛിന്ന ഭിന്നമായി തകർത്തുകളയും. 17-ാം നൂറ്റാണ്ടിൽ അന്ന് സഭയെ നയിച്ച മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 17 നൂറ്റാണ്ടായി ഞങ്ങൾ മാർപ്പാപ്പമാരും മെത്രാന്മാരും കർദിനാളന്മാരും വൈദികരും കന്യാസ്ത്രീമാരും ആഞ്ഞു നോക്കിയിട്ട് ഇതിനെ തകർക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കൊന്ന് തകർത്താതെ എളുപ്പമാണ്. കഴിഞ്ഞ 17 നൂറ്റാണ്ട് എന്ന് മാർപ്പാപ്പ പറയുക, സഭയ്ക്കകത്ത് അകത്തുനിന്നും പുറത്തുനിന്നും സഭയെ ആക്രമിച്ച ചരിത്രമുണ്ട്. സഭയുടെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയേ. ആദ്യത്തെ 4 നൂറ്റാണ്ട് സഭയിൽ പീഡനത്തിന്റെ കാലഘട്ടമാ. ആ കാലഘട്ടത്തില് നമുക്കൊരു പള്ളി സ്ഥാപിക്കാൻ പറ്റില്ല. 14 ചക്രവർത്തിമാര് ഈ സഭയെ മാറി മാറി പിടിപ്പിച്ചു. ആ കാലഘട്ടത്തിലാണ് സഭയിൽ അനേകം ധീര രക്തസാക്ഷികൾ ഉണ്ടായത്. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി 11 അപ്പസ്തോലന്മാരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായവരാ. തോമാസ് ശ്ലീഹയുടെ ചങ്കിലേക്ക് കുന്തം കയറി മൈലാപ്പൂരിൽ വെച്ച് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് പിടഞ്ഞു ഭരിച്ച തോമാസ് ശ്ലീഹയുടെ മക്കളല്ലേ നമ്മള്. പത്രോസ് ശ്ലീഹയെ തലകീഴായിട്ട് കുരിശിൽ തറച്ചു. അന്ത്രയോസിന്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞു. ആദ്യത്തെ അപ്പസ്തോലിക രക്തസാക്ഷിയായ യാക്കോബ് ശ്ലീഹയുടെ തലവെട്ടി മാറ്റിക്കളഞ്ഞു. അവരാരും സഭയ്ക്കെതിരെ നിന്നിട്ടില്ല. രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് പണിയപ്പെട്ട ഏക സത്യസഭയായ ഈ സഭയെ 14 ചക്രവർത്തിമാര് മാറി മാറി നോക്കിയിട്ട് വാളിന്റെ മുമ്പില്, സിംഹത്തിന് മുമ്പില്, ആയുധത്തിന് മുമ്പില്, തീയുടെ മുമ്പില് ഭയപ്പെടാതെ നിന്ന് സഭയെ നയിച്ച ധീര രക്തസാക്ഷികളുടെ സഭയാണ് കത്തോലിക്ക സഭ. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മൾ അഭിമാനിക്കണം. എന്നോട് പലരും ചോദിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് 20 വർഷമായി ഈ സഭയിൽ നിൽക്കുമ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തിനാ ഈ സഭയിൽ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, പത്രോസ് മുതൽ ആ രക്തസാക്ഷികളുടെ കൂട്ടായ്മ, വിശുദ്ധരുടെ കൂട്ടായ്മ, പരിശുദ്ധി അമ്മയും വിശുദ്ധരും രക്തസാക്ഷികളും ദിവ്യകാരുണ്യവും കുംഭസാരവും കൂദാശകളും ദണ്ഡവിമോചനമുള്ള ഈ സഭയിൽ അംഗമായതിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു.
ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ അഭിമാനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഭയിൽ അംഗമായതിനെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കണം. ഇത് നിസ്സാര സഭയല്ല, ഈശോ സ്ഥാപിച്ച സത്യസഭയാ. പ്രിയപ്പെട്ട മക്കളെ, 4 നൂറ്റാണ്ട് നോക്കിയിട്ട് നടന്നിട്ടില്ല. ആ കാലയളവിലാ സഭയിൽ ഏറ്റവും വലിയ വിശുദ്ധരുണ്ടായിരുന്നത്, രക്തസാക്ഷികൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ക്രമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വൈദികൻ കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തനമായ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ആ തിരുക്കുരിശിന്റെ പ്രതീകമായ ബലിപീഠത്തിലേക്ക് കമന്നു വീണിട്ട് ചുംബിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞാനും നിങ്ങളും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്: വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി, കർത്താവിന്റെ കബറിടമേ സുസ്തി. ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ വിശ്വാസിയുടെയും നെഞ്ചിലേക്കാണ് ആ പ്രാർത്ഥന വരുന്നത്. അതിന് ചരിത്രം അറിയാമോ? ആദ്യ 4 നൂറ്റാണ്ടില് ദേവാലയങ്ങളില്ല, ബലിപീഠങ്ങൾ വെക്കാൻ പറ്റില്ല, ചക്രവർത്തിമാരെതിരാ, മതവൈരികളെതിരാ. ഈ കാലഘട്ടത്തില് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂട്ടി വീട്ടിൽ നിന്ന് ഗോതമ്പപ്പം ചുട്ടെടുത്തിട്ട് വൈദികര് പന്തം തെളിച്ചിട്ട് അർദ്ധരാത്രിയിൽ ഏതെങ്കിലും കുന്നിന്റെ മണ്ടയിലോ മലയുടെ മുകളിലോ ബലിക്കല്ലായിട്ട് പാറ കഴുകിയിട്ട് അതിന് മുകളിൽ ബലിയർപ്പിച്ചിട്ട് അവസാന തിരുവോസ്തി കഴിച്ച് അവസാനം വൈദികൻ ആ ബലിക്കല്ലായ കുരിശിന്റെ പ്രതീകമായ ആ പാറയിൽ കമന്ന് വീണ് കരഞ്ഞുകൊണ്ട് പറയും: ഇനി ഒരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേകം വൈദികളുടെ തല വെട്ടിമാറ്റി ആ രക്തസാക്ഷികളായ വൈദികളുടെ ചുടുനിണം കൊണ്ട് നനഞ്ഞ ബലിപീഠമാ കത്തോലിക്ക സഭയുടെ ബലിപീഠം. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിൽ 4 മുതൽ നൂറ്റാണ്ടിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് സമ്പത്ത് കയറി വന്നു, രാജാക്കന്മാർ അധികാരം വന്നു, സഭയിലേക്ക് തിന്മകൾ കടന്നു വരാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാ വിശുദ്ധരായ മൽപ്പാന്മാരിലൂടെ സഭയെ എഴുന്നേൽപ്പിക്കുന്നത്. 9-ാം നൂറ്റാണ്ട് വരെ സഭയെ നയിച്ച് 1000-ഓളം പ്രവാചകന്മാരായ സഭാ പ്രബോധനം കൊടുത്ത മൽപ്പാന്മാരുടെ വിശുദ്ധരായ സഭാപിതാക്കന്മാരുടെ സഭയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. 5-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് അവസാനത്തിലാ സെന്റ് ബെനഡിക്റ്റിനെ പോലുള്ള വിശുദ്ധര്, കർമ്മലി അഭിഷേകമുള്ള വിശുദ്ധര് സഭയിൽ എഴുന്നേറ്റ് വന്നത്. നമുക്ക് ഓരോ സഭയുടെ ചരിത്രം എടുത്തു നോക്കാം. 12-ാം നൂറ്റാണ്ടായപ്പോൾ വിശുദ്ധ ഡൊമിനിക്കിലൂടെ സഭയെ പിടിച്ചു നിർത്തുക. വിശുദ്ധ ഡൊമിനിക്ക്, അസീസിയിലെ ഫ്രാൻസിസ്, വിശുദ്ധ അന്തോനീസ് അതിശക്തമായി സഭയുടെ ഉണർവിന്റെ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. ആ കാലയളവിലല്ലേ അൽ ജസ്മിൻ ഭാഷാണ്ഡത വന്ന് സഭയെ ഛിന്ന ഭിന്നമാക്കാൻ ഇറ്റലിയിലെ പല സംസ്ഥാനങ്ങളും പല പ്രദേശങ്ങളും അൽ ജസ്മിൻ ഭാഷാണ്ഡതയിൽ, സഭാവിരുദ്ധ ഭാഷാണ്ഡതയിൽ സഭ വിട്ടുപോയി. വൈദികരോടൊപ്പം സഭ അനേകം അൽമായര് സഭയ്ക്കെതിരെ നിന്ന കാലഘട്ടത്തിൽ 1214 മിലനിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഒരു ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ധീരനായ ഒരു വൈദികൻ പിതാവിനോട് പറഞ്ഞു: പിതാവേ, സഭയെ നവീകരിക്കാൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ 4 വർഷക്കാലം അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷെ പ്രസംഗിച്ചിട്ട് ഒരാളും മാനസാന്തരപ്പെട്ടില്ല. തിരിച്ച് മിലനിലേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പോകേണ്ട സമയമായപ്പോൾ തലേന്ന് രാത്രി അദ്ദേഹം മുട്ടുകുത്തി. അതായത് ശരീരത്തിൽ കർത്താവിന്റെ സഹനങ്ങൾ, ഈ പൗലോസ് പറഞ്ഞതുപോലെ ഈ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 1214 രാത്രിയിൽ പരിശുദ്ധ അമ്മ മാതാവ്, ഈശോയുടെ സ്വന്തം അമ്മയായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 1214 പഠിപ്പിച്ച പ്രാർത്ഥനയാ ഞാനും നിങ്ങളും ചൊല്ലുന്ന ജപമാല. ഈ പ്രാർത്ഥനയുടെ ഫലമായി 7 വർഷം കൊണ്ട് ഇറ്റലിയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് ഈ ഭാഷാണ്ഡതയെ തൂത്തെറിയുവാൻ ജപമാലയ്ക്ക് പറ്റി. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, ഞാനൊരു ആത്മീയ സത്യം പറയുക. സഭയ്ക്ക് 2 ആയുധമാണ് ഈശോ നൽകിയത്. സഭാമക്കൾക്ക് 2 ആയുധമാ. ഓരോ മതവിഭാഗത്തിനും തീവ്രവാദ സംഘടനയുണ്ട്. നമുക്കറിയാം, IS, ICS തീവ്രവാദ സംഘടനയുണ്ട്. ഓരോ മതത്തിനും ധീരരായ തീവ്രവാദ സംഘടനയുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഒരു തീവ്രവാദ സംഘടന ഉണ്ടാകണം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, ക്രിസ്തുവിനെ സഭയെ കെട്ടിപ്പിടിക്കാൻ സഭയ്ക്ക് ധീരരായ രക്തസാക്ഷികളുടെ തീവ്രവാദ സംഘടന ഉണ്ടാകണം. നമ്മുടെ ആയുധം വാളല്ല, നമ്മുടെ ആയുധം ബോംബല്ല, നമ്മുടെ ആയുധം കഴുത്തുവെട്ടുന്നതല്ല. നമുക്ക് സ്വർഗം തന്ന 2 ആയുധമുണ്ട്. 1 പരിശുദ്ധ കുർബാന എന്ന ആയുധവും 2 പരിശുദ്ധ ജപമാല എന്ന ആയുധവും നമ്മൾ കയ്യിലെടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ.
നമുക്കറിയാം, സഭയിലെ അതിശക്തനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം കാണുക, ഭയാനകമായ ദർശനം. സഭയുടെ മാർപ്പാപ്പയാൽ നയിക്കപ്പെടുന്ന സഭയാകുന്ന കപ്പൽ, കർദിനാളന്മാരും മെത്രാന്മാരും അൽമേനികളും അടങ്ങിയ സഭയാകുന്ന കപ്പല് ഇങ്ങനെ കടലിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയെ ആക്രമിക്കാൻ ചെറിയ ചെറിയ വള്ളങ്ങളിലൂടെ പലരും വരിക. സൂക്ഷിച്ചു നോക്കും, ഇസ്ലാമുണ്ട്, ഫ്രീമേസണുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്. അനേകം ചെറുവള്ളങ്ങളിൽ സഭയെ ആക്രമിക്കാൻ, അവർ ചെറിയ ചെറിയ വാക്കുകളിലൂടെ സഭയെ ആക്രമിക്കാൻ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ വിഷമിക്കുക. ഈ സമയത്ത് പരിശുദ്ധ പിതാവിന് വെടിയേക്കുന്ന അടുത്ത മാർപ്പാപ്പ വരുന്നു. സഭയാകെ ഒരു അസ്വസ്ഥതയിലേക്ക് പോവുക. ഇരുണ്ട സമയം എന്നാ പറയണത്. ഡോൺ ബോസ്കോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, സഭയെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച, ഈ കടലിൽ 2 തൂണ് പൊങ്ങുക. ഒരു വലിയ തൂണിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും അതിന് വിമല ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ സഹായം. രണ്ടാമതൊരു വലിയ തൂണ് പൊങ്ങുക. ആ തൂണില് വലിയൊരു ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിട്ട് അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ രക്ഷ. ഈ 2 തൂണിലാണ് സഭയെ കെട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, പരിശുദ്ധ കുർബാന മുടക്കുക എന്നത് ഫ്രീമേസന്റെ അജണ്ടയാ. ഞാനിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന മക്കളാ, ഒരു കാരണം ഒരിടത്തും കുർബാന മുടക്കരുത്, ദേവാലയം അടയ്ക്കരുത്. ഈ കൊറോണ വന്നതിലൂടെ ലോകത്തിൽ 3-2 ബലിയാണവൻ മുടക്കിക്കളഞ്ഞത്. രക്തസാക്ഷികളുടെ കാലഘട്ടത്തിൽ പോലും രഹസ്യത്തിൽ ബലിയർപ്പിച്ച പുരോഹിതരെ എങ്ങനെ ഈ ഭയപ്പെടുത്തി ഈ ബലിയർപ്പണം മുടക്കുക എന്നത് സാത്താന്റെ നിഗൂഢ അജണ്ടയാ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർ വിശുദ്ധ പാതിരപ്പിയ പറയണത്, ഞാൻ ബലിയർപ്പിക്കുമ്പോ ഈശോയുടെ ചങ്ക് മുറിച്ചാണ് ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ പാതിരപ്പിയോയും വിശുദ്ധ വീടുമൊക്കെ പറയുന്നത്, ബലിയർപ്പണം എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ സഭ മരിക്കാൻ തുടങ്ങി. കർത്താവ് തന്ന ഏറ്റവും വലിയ ആയുധമാണ് എന്ത്? പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ആയുധമാണ് പരിശുദ്ധ. നിങ്ങൾ ഓർത്തു വയ്ക്കേ, സഭയുടെ ചരിത്രത്തില് സഭ ആക്രമിക്കാൻ എത്ര ആൾക്കാർ വന്നു. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങള് സഭ ആക്രമിക്കാൻ യൂറോപ്പ് മുഴുവൻ ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്ന ചുവന്ന സർപ്പത്തിന് കീഴിലേക്ക് യൂറോപ്പ് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അനേക രാജ്യങ്ങൾ യൂറോപ്പിലെ വിശ്വാസം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ 917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികൾക്ക്, ജസീന്ത, ഫ്രാൻസിസ്, ലൂസി എന്ന 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാണ് ജപമാല. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കുഞ്ഞുങ്ങള് പറഞ്ഞ സന്ദേശം വിശ്വസിച്ച് ഇന്നലത്തെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 984 പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ റഷ്യയെ സമർപ്പിച്ചതിന് ഫലമായി ലോകത്തിൽ ഒരു സാമ്രാജ്യത്തെ ശക്തിക്കും തകർക്കാൻ മേലാത്ത നിരീശ്വരവാദ പ്രസ്ഥാനത്തെ ഈ പ്രാർത്ഥനയുടെ പവറിനാൽ തകർത്തിട്ടുണ്ടെങ്കിൽ സ്വർഗം പരിശുദ്ധ അമ്മയെ ഈ യുദ്ധം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ആത്മീയ യുദ്ധം നയിക്കുവാൻ സ്വർഗമേൽപ്പിച്ച കമാൻഡിംഗ് ചീഫാണ് പരിശുദ്ധ മറിയം. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിരീശ്വരവാദ പ്രസ്ഥാനം സഭയെ ആക്രമിക്കാൻ വരുമ്പോൾ ജപമാല ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും മുറുകെ പിടിച്ചപ്പോൾ അവിടെ സഭ വിജയിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, എത്രയോ കാലങ്ങളായി മത തീവ്രവാദികൾ യൂറോപ്പിനെ തകർക്കാൻ നോക്കുന്നു. ലെപ്പൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് തുർക്കി സൈന്യം, തീവ്രവാദ സംഘടന, തുർക്കി സുൽത്താന്റെ നേതൃത്വത്തിൽ യൂറോപ്പിനെ പിടിച്ചടക്കണം, ക്രൈസ്തവത ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി 80,000-ഓളം തുർക്കി സൈന്യം യൂറോപ്പിലേക്ക് കടന്നു വരുമ്പോൾ വെറും 19,000 ക്രൈസ്തവ സൈന്യം, ഒരായുധവും ഇല്ല. തുർക്കി സൈന്യത്തിന് പടക്കോ പാതുനിയ എല്ലാ ആയുധം ആ കാലഘട്ടത്തിലുണ്ട്. തുർക്കി സൈന്യം എവിടെ വന്നാലും വിജയിച്ചിട്ടുണ്ട്. അന്ന് സഭയുടെ മാർപ്പാപ്പയാണ് പിയൂസ് 5 മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി, വത്തിക്കാനടക്കം യൂറോപ്യൻ പ്രദേശങ്ങൾ മുഴുവൻ സഭയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം മനുഷ്യബുദ്ധിയിലോ ആയുധ ബലത്തിലോ അല്ലെങ്കിൽ കായിക ബലത്തിലോ
മാനുഷിക ഭാഷയിൽ ഒന്നുമല്ല. ദൈവത്തിന് ജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആത്മീയ യുദ്ധം ഏൽപ്പിച്ചത്. വെളിപാട് 12:1 സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ചന്ദ്രനെ പാദപീഠമാക്കിയ 12 സ്ത്രീകന്മാരാൽ പൊതിയപ്പെട്ട് നക്ഷത്രങ്ങളെ പാദപീഠത്തിലാക്കിയ പരിശുദ്ധ മറിയത്തെയാണ് ഈ യുദ്ധം ഏൽപ്പിച്ചെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്തെന്നറിയാമോ? സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജപമാലയെടുത്ത് മുട്ടുകുത്തി ജനലക്ഷങ്ങള് ഈ പ്രാർത്ഥന ഏറ്റതിന് ഫലമായി 1500 കാലഘട്ടത്തില് തുർക്കി സൈന്യം യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കടലിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെട്ട് അതിന്റെ ഫലമായിട്ട് തുർക്കി സൈന്യം പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് യൂറോപ്പ് മുസ്ലിം യൂറോപ്പായി മാറിയാനേ. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ഞാൻ ചരിത്രം വെച്ചാ പറയണത്. 1700 കാലഘട്ടത്തിൽ ഹംഗറി എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യമായി മാറി. ഈ സമയത്ത് അവിടുത്തെ രാജാവ് 1716 ആ രാജ്യത്തെ നയിച്ച രാജാവ് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇവർ ആയുധത്തിനു മുമ്പ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്കൊരായുധമുണ്ട്, ദേവാലയം തുറന്നിട്ട് പരിശുദ്ധ കുർബാന വൈദികരോട് എഴുന്നള്ളിച്ചു വെക്കാൻ. അതിനു മുമ്പിൽ ജനലക്ഷങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ജപമാല എടുക്ക്. 1716 ജപമാല ചൊല്ലിയതിന് ഫലമായി ഹംഗറി എന്ന രാജ്യത്തെ വീണ്ടും ക്രൈസ്തവ രാജ്യമാക്കി. സെന്റ് മാത്യൂസ് കത്തീഡ്രൽ ദേവാലയം മോസ്കായി മാറിയ ദേവാലയം തിരിച്ചുപിടിച്ചത് ജപമാല ഭക്തിയല്ല. സ്പെയിൻ തിരിച്ചുപിടിച്ച ജപമാല ഭക്തിയല്ല. വിശുദ്ധ അന്തോനീസിനെ മാമോദിസ മുക്കിയ ലിസ്ബൺ കത്തീഡ്രൽ ദേവാലയം ഇസ്ലാം മോസ്കായത് തിരിച്ചുപിടിച്ചത് മരിയ ഭക്തിയില. ഹല്ലേലൂയ പറഞ്ഞേ. ഈ രണ്ടായുധം എടുക്കണം കുടുംബത്തിൽ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിക്കരുത്. അതായത് മിറ്റിലിട്ടിട്ട് ഈ കാലയളവിൽ കൈവിരിച്ചു പിടിച്ചിട്ട് പരിശുദ്ധി അമ്മേ സഭയെ പൊതിഞ്ഞു പിടിക്കണം. പരിശുദ്ധ പിതാവിനെ, മെത്രാന്മാരെ, കർദിനാളുമാരെ, വൈദികരെ, സമർപ്പിതരെ, ആഗോള സഭയെ എല്ലാ തിന്മയിൽ നിന്നും സാത്താന്റെ ആക്രമണത്തിൽ നിന്നും അകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന ശക്തികൾക്കെതിരെ അമ്മ മാതാവേ സഭയെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കടമയുള്ള ആത്മായ സഹോദര സഭയെ കുറ്റം പറഞ്ഞ് ദേവാലയത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ വിജയിക്കുന്നത് സാത്താനാ. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് എത്ര പേർക്ക് സഭാസ്നേഹമുണ്ട്? നമുക്ക് എത്ര പേർക്ക് സഭയെ സ്നേഹിക്കാൻ ബോധ്യമുണ്ട്? പ്രിയപ്പെട്ട ആത്മായരെ, നമുക്ക് ദൈവം ഒരു ആയുധം തന്നിട്ടുണ്ട്, പ്രാർത്ഥനയുടെ അഭിഷേകം. ഈ 6 മാസ കാലഘട്ടത്തിൽ ശുശ്രൂഷ പല സ്ഥലത്തുണ്ടായിരുന്നിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വേറൊന്നിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, 4 കാര്യത്തിനു വേണ്ടി നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കണം, ദിവ്യകാര്യം എഴുന്നള്ളിച്ചു വെച്ച് വൈദികരോട് പറയണം. 4 കാര്യമാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. നീ വേറൊരു ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നീ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നീ വിദേശത്ത് പോകാനായിട്ട് ജനത്തെ പഠിപ്പിക്കരുത്. നീ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. വിശുദ്ധ മത്തായി 6:33 ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക്, വാക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈ പരിശുദ്ധ വചനം. എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ അധരത്തിൽ നിന്ന് വാക്ക. ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. എന്നോട് കർത്താവ് പറഞ്ഞു, 4 കാര്യത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. നീ ജപമാല ചൊല്ലുമ്പോൾ ജനത്തോട് പറയണം, നീ കരുണക്കൊന്ത ചെല്ലുമ്പോൾ ജനത്തോട് പറയണം, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും വചനം വായിക്കുമ്പോഴും 4 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 1, ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെ പൊതിഞ്ഞു പിടിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. 2, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി. 4, ലോകം മുഴുവൻ പീഡനം അനുഭവിക്കുന്ന മർദ്ദിത സഭയ്ക്ക് വേണ്ടിയും അതോടൊപ്പം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട് പറഞ്ഞു, ബ്രദറെ 6 മാസം എങ്ങനെ പോയി? ഞാൻ പറഞ്ഞു, ഈ 6 മാസമാണ് ഞാൻ 20 വർഷത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സമൃദ്ധമായി ജീവിച്ച 6 മാസം എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ പ്രയർ ഗ്രൂപ്പുള്ള ആരോടെയും പറഞ്ഞു, നമ്മൾ വേറൊരു കാര്യത്തിന് പ്രാർത്ഥിക്കണ്ട. സഭയില്ലെങ്കിൽ നമ്മളുണ്ടോ? നമുക്ക് കുമ്പസാരം വേണമെങ്കിൽ പൗരോഹിത്യം വേണം, നമുക്ക് കൂദാശ വേണമെങ്കിൽ പൗരോഹിത്യം വേണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
ഈ കാലയളവിൽ ഇടവപ്പള്ളി അടച്ചിട്ടതിന്റെ പേരിൽ മുറിവെറുത്ത ഒത്തിരി ആത്മായ സഹോദരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി, പിതാവിന് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, വിമർശിക്കുന്ന മക്കളോട് ചോദിക്കട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, കാലഞ്ചേരി പിതാവിന് വേണ്ടി, അഭിവന്ദ്യ വൈദികർക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? ചിന്തിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഈ ലോക്ക്ഡൌണിന്റെ 6 മാസ കാലഘട്ടത്തിൽ എന്റെ കർത്താവ് എനിക്ക് കൃപ, എന്റെ ദൈവം ഈ ഇത്രയും വർഷമായിട്ട് പരിശുദ്ധ കുർബാന മുടങ്ങി. എന്റെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. കർത്താവേ, പരിശുദ്ധ കുർബാന മുടങ്ങി പോവില്ലോ. ഞാൻ ആദ്യത്തെ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ 135 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട ഒരു രാത്രിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് വഴി തുറക്കണം. എൻ്റെ ഇടവപ്പള്ളിയിൽ വികാരി ചൊല്ലിലൂടെ എനിക്ക് വഴി തുറന്നു. നിങ്ങൾ വിശ്വസിക്കത്തില്ല ദൈവമക്കളെ, ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരു ദിവസം 3 വിശുദ്ധ കുർബാനയിലെങ്കിലും പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധി അമ്മ വഴി സാധിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കൊല്ലം വർഗീസ് എന്ന് പറയും. അദ്ദേഹം കൊല്ലത്താണ് അദ്ദേഹത്തിന്റെ വീട്. മലങ്കര കത്തോലിക്ക സഭയിൽ അംഗമാണ്. അദ്ദേഹം എന്നോട് 3 മാസം ലോക്ക്ഡൌൺ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പറയും, ബ്രദറെ 3 മാസമായി വിശുദ്ധ കുമ്പസാരം ഇല്ല, കുർബാനയില്ല, പള്ളിയൊക്കെ അടച്ചിട്ടു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഒത്തിരി പേരോട് പറഞ്ഞില്ലേ, സഹോദരൻ അമ്മയോട് പറയാമോ? അമ്മയാണ് പരിശുദ്ധ കുർബാനയുടെ അമ്മ, അമ്മയാണ് വൈദികരുടെ അമ്മ. അതുകൊണ്ട് അമ്മയോട് പറയണം, അമ്മേ എനിക്ക് കുമ്പസാരിപ്പിക്കാൻ ഒരു വൈദികനെ തരണം, അമ്മേ എനിക്ക് ബലിയർപ്പിക്കാൻ എനിക്ക് ഈശോയെ കിട്ടണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ ദമയന ചെല്ലുന്നതും കൊന്ത ചെല്ലുന്നതും നമ്മൾ മുട്ടയിലഴയുന്ന മുഴുവൻ ഭൗതിക കാര്യത്തിന് വേണ്ടി, ആത്മീയ കാര്യത്തിന് ചോദിച്ചോ? ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, കാര്യസ്ഭവനിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ എത്ര പേർക്ക് രോഗസൗഖ്യം ഉണ്ടായി? പക്ഷെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആത്മീയ കാര്യത്തിന് വേണ്ടി ഈ ലോക്ക്ഡൌൺ കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ സഹോദരനോട് പറഞ്ഞ, സഹോദര മുട്ടുകുത്തി ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിട്ട് പറയണം, അമ്മേ എനിക്ക് വിശുദ്ധ കുർബാന വേണം, കുമ്പസാരം. 3 മാസമായിട്ടില്ല ലോക്ക്ഡൌൺ തുടങ്ങിയ കാലഘട്ടത്തിൽ. അദ്ദേഹം കൊല്ലത്ത് കൊട്ടിയത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലില് അവിടെ കുർബാനയുണ്ട്, അവിടെ സക്രാരിയുണ്ട്, അവിടെ തുറന്നിട്ടിട്ട് അവിടെ പോയി മുട്ടുകുത്തി കരയാൻ തുടങ്ങി. കൊല്ലം വർഗീസ് എന്ന് പറയുന്ന വചന പ്രഘോഷണ കരയാൻ തുടങ്ങി, അമ്മേ എനിക്ക് വിശുദ്ധ കുർബാന വേണം, എനിക്ക് കുമ്പസാരം വേണം. കരഞ്ഞ് അദ്ദേഹം 203 മടി ജപം ചൊല്ലി ലുത്തീനയിൽ അവസാനിപ്പിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ ഒരാൾ പുറകിന്ന് തട്ടി. ഒരു പാന്റ് ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം ചോദിച്ചു, വർഗീസ് ബ്രദറാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് ബ്രദറിനെ അറിയാം, ബ്രദറിന്റെ ടോക്ക് ഞാൻ TV കേട്ടിട്ടുണ്ട്. ഞാനൊരു വൈദികനാണ്, ഞാൻ കൊല്ലത്തുള്ള ആളാണ്. പക്ഷെ രാവിലെ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ചെക്കിംഗ് ഉണ്ട്, ഒരു ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി, 40 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണോ. ഇപ്പൊ ഞാൻ ചാപ്പൽ കയറിയിരിക്കുമ്പോൾ എന്നോട് മാതാവ് പറയുക, ബ്രദർ എനിക്കറിയില്ല, ബ്രദർ അവിടെ മുട്ടുകുത്ത്, എന്നോട് പറയുക, ഇവിടെ ബലി അർപ്പിക്കണം, ആ മനുഷ്യനെ കുമ്പസാരിപ്പിക്കണം. നിങ്ങൾ ഓർക്കെ, ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി 40 കിലോമീറ്റർ അകലയിൽ നിന്ന് പരിശുദ്ധ അമ്മ, പരിശുദ്ധ കന്യാമറിയം ഒരു വൈദികനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ബലിയർപ്പണം നടത്തി, വിശുദ്ധ കുമ്പസാരവും കുർബാനയും കൊടുത്തു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാലയളവിൽ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സഭയ്ക്കെതിരെ വാർത്ത വരുമ്പോൾ അമ്മേ സഭയെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമാകണം. നമ്മുടെ കുടുംബങ്ങൾ വിമർശന കേന്ദ്രമാകരുത്. നമ്മുടെ കുടുംബങ്ങളില് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി, സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, കർദിനാൾ തിരുസംഘത്തിന് വേണ്ടി, വത്തിക്കാൻ തിരുസംഘത്തിന് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, ലാറ്റിൻ സഭയ്ക്ക് വേണ്ടി, മലങ്കര സഭയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി തളർന്നു പോകാതിരിക്കാൻ നമ്മുടെ നെഞ്ചിലെ പ്രാർത്ഥനകള് ദൈവസന്നിധിയിലേക്ക് ഉയരേണ്ട സ്ഥലമാണ് കുടുംബ പ്രാർത്ഥനകള്. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ സഹനം, അതുള്ള പൗരസ്ത്രീയോ, നമുക്ക് സഹനമുണ്ട്. ഒരു ആത്മാ എന്ന നില എനിക്ക് സഹനമുണ്ട്, നിങ്ങൾക്കുണ്ട്. നമ്മുടെ സഹനങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടപ്പാടും കടഭാരങ്ങളും ഞെരുക്കങ്ങളും എല്ലാം തമ്പുരാനെ സഭയുടെ വിശുദ്ധീകരണത്തിനും നവീകരണത്തിനും വേണ്ടി കാഴ്ചവെക്കാൻ വിളിക്കപ്പെട്ടവരായ ആത്മായ സഹോദരങ്ങൾ അത് ചെയ്യാതെ സഭയിൽ നിന്ന് അകലുമ്പോൾ അവിടെ വിജയിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. സഭയെ ആക്രമിക്കുന്ന സാത്താനെ നശിപ്പിക്കാൻ ഏക ബോംബഴിയാണ് പരിഹാര പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, 905 മുതൽ ഈശോ മിശിഹ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്
ദൈവ കരുണയുടെ വെളിപ്പെടുത്തൽ കൊടുത്ത ഒരു വിശുദ്ധയുണ്ട്, മരിയ ഫൗസ്റ്റീന, പോളണ്ടുകാരി മരിയ ഫൗസ്റ്റീന. മരിയ ഫൗസ്റ്റീന ആ കാലയളവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാ, നിരീശ്വര ഭരണമാ. സെമിനാരികൾ മുഴുവൻ പൂട്ടപ്പെട്ടു, ബലിയർപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ കൊറോണയാണെങ്കിൽ അന്ന് നിരീശ്വരവാദികൾ പൂട്ടപ്പെട്ടു, പള്ളികളെല്ലാം അടയ്ക്കപ്പെട്ടു. അങ്ങനെ ഒത്തിരി അരാജകത്വം, ലൈംഗിക അരാജകത്വത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനത്തില് ഒരു പോളണ്ട് എന്ന് പറയുന്ന രാജ്യം തിന്മയിലേക്ക് പോകുമ്പോൾ ഈശോ മിശിഹ നേരിട്ട് വന്ന് മരിയ ഫൗസ്റ്റീനയോട് പറയുന്നുണ്ട്, ഫൗസ്റ്റീനായെ ഞാനൊരു അറിയിപ്പ് തരാം, ഈ രാജ്യം തിന്മയിലേക്ക് പോകുന്ന വഴിയായി ഈ രാജ്യം നശിപ്പിക്കപ്പെടാൻ പോവുക. അപ്പോൾ മരിയ ഫൗസ്റ്റീന എന്ന് പറയുന്ന കരുണയുടെ പ്രവാചിക ഈശോയുടെ മുമ്പിൽ കൈകൂപ്പിട്ട് പറയുക, ഈശോയെ എന്റെ മാതൃരാജ്യത്തെ നശിപ്പിക്കരുത്. എന്നിട്ട് ആ മകള് ഈശോയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക്, പോളണ്ടിലെ സഭയ്ക്ക് വേണ്ടി? ഉടനെ ഈശോ പറഞ്ഞു, ഫൗസ്റ്റീന നിനക്ക് ഒത്തിരി സഹനമുണ്ട്, നീ ഇനി കൂടുതൽ സഹനം ഏറ്റെടുക്കണം, നീ കൂടുതൽ പരിഹാരം ഏറ്റെടുക്കണം. എന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി നിനക്ക് പരിഹാരം ചെയ്ത് എന്റെ പീഡാസഹനത്തോട് ചേർന്ന് സഹിക്കാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിയ ഫൗസ്റ്റീന എന്തായെന്നറിയാമോ? അന്നു മുതല് പരിഹാര പ്രാർത്ഥന. പരിഹാരം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ പറയുന്നത് കുരിശിൽ ഈശോ ഏറ്റെടുത്തു, ഇനി അതൊന്നും ചെയ്യണ്ട. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയിലെ വിശുദ്ധരും വേദപാരംഗതരും മണ്ടന്മാരാ. അൽഫോൻസാമ മണ്ടിയാണ്, യൗപ്രാസ്യമ്മ മണ്ടിയാണ്. ക്രിസ്തുവിന്റെ കുരിശിലെ സഹനത്തോട് ചേർന്ന് ഒരു ദൈവമൈതൽ സന്തോഷത്തോടെ തനിക്ക് നൽകുന്ന അപമാനങ്ങളും വേദനകളും സഹനങ്ങളും ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കാഴ്ചവെക്കുന്നതാണ് സ്വർഗത്തിന് ഏറ്റവും വിലയുള്ളത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മരിയ ഫൗസ്റ്റീന അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ രാജ്യത്ത് നിന്ന് തിന്മ നീണ്ടുപോവുക. ആ രാജ്യത്ത് ദൈവം വലിയ വിളികൾ വർദ്ധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഇനി ശ്രദ്ധിക്കണം, യൂറോപ്പില് ക്രൈസ്തവ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. യൂറോപ്പിലെ പല പള്ളികളും പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ യൂറോപ്പില് കേരളത്തിലെ പള്ളികളെക്കാൾ കൂടുതൽ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, അത് പോളണ്ടാ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ദൈവവിളി കിട്ടുന്ന രാജ്യം കൊച്ചു പോളണ്ടാ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സിസ്റ്റേഴ്സ് ഇന്ന് ദൈവവിളിക്ക് പോകുന്ന രാജ്യം പോളണ്ടാ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കന്മാർ ദേവാലയത്തിൽ പോകുന്നതും ജപമാല ചൊല്ലുന്നതും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും പോളണ്ട് എന്ന രാജ്യത്താ. മരിയ ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സഹനങ്ങൾ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതിന്റെ ഫലം നിങ്ങൾ എനിക്ക് ശ്രദ്ധിച്ചോ? ആ യൂറോപ്പിൽ നിന്നാണ് 917 മുതൽ ഫ്രീമേസനെതിരെ അതിശക്തമായി പോരാട്ടം നടത്തിയ വൈറ്റ് ആർമി എന്ന് പറയുന്ന ആർമി രൂപീകരിച്ച, മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ സഭയുടെ രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ ഉണ്ടായത് പോളണ്ടിൽ നിന്നാണ്. ഇന്നത്തെ സ്വർഗീയ മധ്യസ്ഥനായ ഒക്ടോബർ 22 പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായി 25 വർഷം ഈ സഭയെ നയിച്ച ജോൺ പോൾ മാർപ്പാപ്പയുണ്ടായത് പോളണ്ടിൽ നിന്നാണ്. അവിടെയാണ് കരുണയുടെ പ്രവാചികയായ ഫൗസ്റ്റീന ഉണ്ടായത്. ദൈവമക്കളെ, ഈ കാലയളവിൽ വേറൊന്നുമല്ല വേണ്ടത്, ദൈവമക്കളുടെ മുട്ടുകൾ മടക്കി സഭയ്ക്ക് വേണ്ടി നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കാൻ 10 പേരുണ്ടായാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറഞ്ഞൊരു ആത്മീയ യുദ്ധമാ. ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ഈ കാലയളവിൽ ജപമാല മുറുകെ പിടിച്ച്, പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച്, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിച്ച് ധീര രക്തസാക്ഷികളാകാൻ തയ്യാറായ തീവ്രവാദികളായ കുടുംബനാഥന്മാരെ, ചെറുപ്പക്കാരെ നീ ചേർക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, ഭക്ത സംഘടനയ്ക്ക് വേണ്ടിയല്ല. എന്നോട് പറഞ്ഞു, സഭാ പ്രബോധനം, പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിൽ 1 ഇഞ്ച് പോലും മാറ്റം വരുത്താത്ത സഭയെ, ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, സഭയെ മുറുകെ പിടിച്ചു നിൽക്കുന്ന, സഭയെ അനുസരിക്കുന്ന, സഭാപ്രബോധനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിക്കുന്ന മരിയ ഭക്തി ഉള്ളിലുള്ള വ്യക്തികളെ കൂട്ടായ്മ രൂപപ്പെടുത്തണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ അഭിഷേക നിറവിന്റെ കൺവെൻഷൻ നമ്മൾ ചിന്തിക്കണം. ഈ കാലയളവിൽ ദൈവം 6 മാസക്കാലം നിങ്ങളെ വീട്ടിലിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവ പദ്ധതിയുണ്ട്.
എന്നെ പോലെ സുവിശേഷകരെ കഴിഞ്ഞ 19 വർഷമായി ഓടി നടന്നവനെ കഴിഞ്ഞ 6 മാസം തമ്പുരാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ തളയ്ക്കപ്പെട്ടതിന് ഉദ്ദേശം എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ സഹനം, നിന്റെ പ്രാർത്ഥന, നിന്റെ നിലവിളി സഭയിൽ വീണുപോകുന്ന വൈദികർക്ക് വേണ്ടി നീ കോട്ടയായിട്ട് നിൽക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. ദൈവമക്കൾ, ഇവിടെയാണ് നമ്മുടെ പരാജയം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സഭയുടെ സ്ട്രക്ചർ പണ്ട് എങ്ങനെയായിരുന്നു അറിയാമോ? സഭയുടെ പണ്ട് സ്ട്രക്ചർ ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് മാർപ്പാപ്പ ഏറ്റവും മുകളില്, മാർപ്പാപ്പ എന്നാ താങ്ങിക്കൊണ്ട് കർദിനാളുമാരെ താങ്ങിക്കൊണ്ട് മെത്രാപ്പോലിത്തമാര്, അവരെല്ലാം ചുമന്നുകൊണ്ട് മെത്രാമാര്, അവരെല്ലാം ചുമന്നുകൊണ്ട് നമ്മുടെ അനീഷച്ചൻ, കാര്യച്ചൻ, ഇങ്ങനെയുള്ള വൈദികരെല്ലാം അവരെ ചുമന്ന് കന്യാസ്ത്രീമാര്, ഇനി അവരെല്ലാം ചുമന്നുകൊണ്ട് 120 കോടി വിശ്വാസികൾ. ഇങ്ങനെയല്ല ഇപ്പൊ സഭ പഠിപ്പിക്കുന്നത്. ഏറ്റവും നടുക്ക് പരിശുദ്ധ പിതാവിന് ചുറ്റും കർദിനാൾ തിരുസംഘം, മെത്രാപ്പോലിത്തമാർ, അതിനു ചുറ്റും മെത്രാമാർ, അതിനു ചുറ്റും വൈദികർ, അതിനു ചുറ്റും സിസ്റ്റേഴ്സ്, ഏറ്റവും പുറമെ നമ്മള്. എന്നിട്ട് കർത്താവ് പറയിപ്പിച്ചെന്നറിയാമോ? ഇനി നമ്മളെ തൊട്ടട്ടെ മാർപ്പാപ്പയെ തൊടാവുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളാ പൊതിഞ്ഞു പിടിക്കേണ്ടത്, നമ്മളാണ് സഭയെ പൊതിഞ്ഞു പിടിക്കേണ്ടത്. അൽമായനകളെ നമുക്കൊരു പങ്കുണ്ട്. അൽമായരെ ഒത്തിരി പങ്കുണ്ട് സഭയിൽ. അൽമായരിലെ സഭയില്ല. അൽമായരെ തകർക്കുക, അൽമായ വൈദികർ തമ്മിലുള്ള സ്നേഹബന്ധം തകർക്കുക, ഇത് സാത്താന്റെ കുടിലതന്ത്രമാ. നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലഘട്ടമാ. ഏതെങ്കിലും വ്യക്തികള് മാധ്യമങ്ങളിലൂടെ, അച്ഛൻ അനീഷ് പ്രാർത്ഥിക്കും, മാധ്യമങ്ങളിലൂടെ സഭയെ ആക്രമിക്കുമ്പോൾ നമ്മളും കൂടിച്ചേരരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? മാർപ്പാപ്പയ്ക്കെതിരെ വാർത്ത വന്നപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? സഭയുടെ പ്രബോധനം ഇതുകൊണ്ട് പറയണം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താ പഠിക്കണം? പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ CCC 2338 സഭ സ്വർഗ്ഗഭോഗത്തെ പറ്റി പറയുന്ന പ്രബോധനം എടുത്ത് പഠിക്കാത്ത പല അൽമായരും സഭയുടെ ചില വാക്കുകളെ വളച്ചൊടിച്ച മാധ്യമങ്ങളോട് ചേർന്ന് സഭയ്ക്കെതിരെ നിലകൊണ്ടു. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ ഇനി സഭയ്ക്ക് വേണ്ടേ? ഇത്രയും നാള് പ്രാർത്ഥിച്ചത് മക്കൾക്ക് വേണ്ടിയാ. ഇത്രയും നാള് പ്രാർത്ഥിച്ചത് റവറിന് പാനുണ്ടാകാൻ വേണ്ടിയാ. ഞങ്ങൾ ഹൈറേഞ്ചുകാരുണ്ട്. ഹൈറേഞ്ചുകാരെ മുഴുവൻ പ്രാർത്ഥന ഞാൻ മടുത്തു കേട്ടോ. ഞാൻ മടുത്ത കാര്യമാണ് പറയണത്. പ്രാർത്ഥന രാത്രി ഫുൾ ഫോൺ വിളിക്കുന്നു മുഴുവൻ ഏലത്തിന് ചരവിടാൻ വേണ്ടിയാ, കുരുമുളക് ഉണ്ടാകാൻ വേണ്ടിയാ. ഇത് മാത്രമാണ് നമ്മുടെ അൽമായറ പ്രാർത്ഥന. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ? നിങ്ങൾക്ക് ഈശോയെ കാണണ്ടേ? പരിശുദ്ധ അമ്മയെ വേണ്ടേ? അതോ ഈ ലോകത്തിൽ മുഴുവൻ കറങ്ങിയിടണം? നമ്മുടെ പ്രാർത്ഥന ശൈലി മാറണം, നമ്മുടെ ശുശ്രൂഷ ശൈലി മാറണം. സത്യസന്ധമായിട്ട് ഞാൻ തുറന്നു പറയാ, എന്തിനാണ് കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിൽ പടച്ചിട്ടെന്നറിയാമോ? ശരിയായ വഴിയിലേക്ക് പോകാൻ വേണ്ടിയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മുഴുവൻ പേരും വരുന്നത് എവിടെയാ? കിട്ടാൻ വേണ്ടി. ഈ കിട്ടിയവൻ ഇപ്പൊ എവിടെയുണ്ട്? എത്ര പേര് ഈ 6 മാസം ഒരു സഹനത്തിന്റെ മാസം, ഒരു മരുഭൂമി മാസം സഭ വെക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലെത്ത് ഞാൻ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞ ഒരു അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഇതൊരു ദൈവ പദ്ധതിയാ. അതായത് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള സമയമാണ് 6 മാസം. തീഷ്ണതയുള്ള അൽമായൻ എവിടെയെങ്കിലും അച്ഛനെ കാലെ പിടിച്ചിട്ട് കുർബാനിക്കും. ഇവിടെ ഞാൻ കണ്ടു എല്ലാ സമയത്തും. ഞാൻ ഇവിടെ വന്നപ്പോൾ കുമ്പസാരിച്ചു. കുമ്പസാരം കൊണ്ട് ഇവിടെ ഒരു ദിവസം പോലും കാര്യസ്വാമിനിൽ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. അപ്പൊ ദൈവ മക്കൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ട്. നമ്മളത് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ കുമ്പസാരം ആഗ്രഹിച്ചിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഈ കാലയളവിൽ ദൈവം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, വീട്ടിലിരുത്തുന്നത് വലിയൊരു വെട്ടിയൊരുക്കലും. ഇവിടെ ദൈവം തമ്പുരാൻ ഒരു പരീക്ഷ ഇട്ടു. ഞാൻ തുറന്നു പറയാം, ഈ പരീക്ഷയ്ക്കകത്ത് കുറെ അച്ഛന്മാർ തോറ്റുപോയി, കുറെ പിതാക്കന്മാർ തോറ്റു, 90% അൽമായരും തോറ്റുപോയി. ഇന്ന് പള്ളി തുറന്നിട്ടും ജനത്തിന് വേണ്ട ഈശോയെ. അപ്പോൾ യഥാർത്ഥ വിശ്വാസി എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള ദൈവത്തിന്റെ പരീക്ഷണ കാലഘട്ടം പോലെയാണ് ഈ കൊറോണ കാലഘട്ടം. ഒന്ന് കൈയടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കുറച്ചു പേര് വിജയിച്ചു, കുറച്ചു പേര് പരാജയപ്പെട്ടു. ഇപ്പം നമുക്ക് മനസ്സിലായി ആരൊക്കെയാണ് ദൈവപക്ഷത്ത് നിൽക്കുന്നതും എതിർപക്ഷത്ത് നിൽക്കുന്നതും. അന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 2 പക്ഷമുണ്ട്. ഒന്ന് ദൈവത്തിന്റെ പക്ഷവും ഒന്ന് സാത്താന്റെ പക്ഷവും. അപ്പൊ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്നും ന്യൂനപക്ഷമാണ്. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വളരെ കുറച്ചാ.
അപ്പൊ നമുക്ക് എന്തൊരവസരം. ഞാനിത് പറയുന്നത് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീടുകൾ ഇനി മധ്യസ്ഥ പ്രാർത്ഥന കേന്ദ്രമാകണം. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം, ദൈവസന്നിധിയിലേക്ക് ഉയരണം. സഭയ്ക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ അപ്പൊ തന്നെ മുട്ടുകുത്തണം. ഞാൻ മിനിഞ്ഞാതൊരു വാർത്ത കേട്ടപ്പോൾ അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന ക്രൂശ് രൂപത്തിൽ രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് കരഞ്ഞു. രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു. സഭയ്ക്കെതിരെ ഒരു വാർത്ത വന്നത് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സഭയ്ക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സഭാസ്നേഹമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെന്റിലേറ്ററാണ്, നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആക്സിഡന്റിൽ പെട്ടാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ആഗോള സഭ 23 റീത്തിനാലുള്ള പരിശുദ്ധ പിതാവിനാൽ നയിക്കപ്പെടുന്ന ആഗോള കത്തോലിക്ക സഭയിൽ എവിടെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മുറിവ് സഭയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ആ മുറിവ് കണ്ടാൽ സ്നേഹിക്കുന്ന മക്കൾക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അവരാരും കുറ്റം പറയാതെ നേരെ ഏതെങ്കിലും പള്ളിയിൽ പോകും, അല്ലെ വീടിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് മുട്ടിൽമേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് കരയാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് കരയാൻ ആളില്ല. അതുകൊണ്ട് ആത്മായ സഹോദരങ്ങളെ, നമുക്കിനി മാറി നിൽക്കാൻ പറ്റില്ല. നമ്മളില്ലെങ്കിൽ സഭയില്ല. നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്നാ വൈദികനുണ്ടാകുന്നത്. ഒരു സ്ത്രീ പുരുഷന്റെ ശാരീരിക ബന്ധത്തിലൂടെ വിവാഹം എന്ന കൂദാശ വഴി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 15 വർഷക്കാലം ഒരു വൈദിക വിദ്യാർത്ഥി, അതായത് വൈദികനാകുന്നതിന് 15 വർഷക്കാലം അപ്പന്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് അവന് അതിനുശേഷമാണ് സെമിനാരിൽ പോയി വൈദികനായി മാറുന്നത്. കുടുംബമില്ലെങ്കിൽ സഭയില്ല. യൂറോപ്പിലെ സഭയെ പിശാച് തകർത്തത് വൈദികരെ തകർത്തല്ല, കുടുംബ ബന്ധങ്ങളെ തകർത്താണ് സാത്താൻ യൂറോപ്പിലെ സഭയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ ദൈവമക്കളെ, കുടുംബത്തിൽ പ്രാർത്ഥനകൾ ഉയരണം. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ 1-2 കാര്യം പറയാം. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു പുണ്യം നിക്ഷേപിക്കുക. ഈശോ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടി വെക്കണം. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചാൽ ഈ പ്രസംഗം കേട്ട് നിങ്ങൾ പറയാൻ നല്ലതാന്ന് പറഞ്ഞാൽ നിക്ഷേപം തീർന്നുപോയി. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ആരും അറിയാതെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പുണ്യമുണ്ടല്ലോ, പ്രാർത്ഥനയുടെ പുണ്യങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കിടക്കുക. അത് ഒരു കള്ളന് പോലും എടുത്തു കളയാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ചവരാണ് വിശുദ്ധ അൽഫോൻസാമ. ഇപ്പൊ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മർദ്ദിത സഭയ്ക്ക് വേണ്ടി ലോകത്തിൽ 50-ലധികം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ തലകൊയ്യപ്പെട്ട അല്ലെങ്കിൽ പീഡനത്തിന് മുമ്പിൽ നിൽക്കുന്ന വൈദികരും സമർപ്പിതരും അൽമേന വിശ്വാസികളും അന്ത്യോക്യ പോലുള്ള സ്ഥലങ്ങളിൽ, സിറിയ, ഇറാൻ, ഇതുപോലെ ഈജിപ്റ്റ് പോലെ രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഭാഗമായ എൻ്റെ സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വാളിന് മുമ്പിൽ തോക്കിന് മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നിന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, നിന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എടപ്പള്ളിയിൽ വികാരിയച്ചറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. നീ ഇത് കണ്ട് പത്രത്തിൽ കണ്ടപ്പോൾ പോയിരുന്ന് കരഞ്ഞിട്ട് ഒരു 10 നന്മ നിറഞ്ഞു പറഞ്ഞില്ല. അതാണ് സ്വർഗത്തിലെ പുണ്യം. അല്ലാതെ ഇവിടെ പ്രാർത്ഥിച്ചു ജോലി കിട്ടി അതുകൊണ്ട് ഒരാളും സ്വർഗത്തിൽ കയറത്തില്ല. പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് എനിക്ക് വിസ അടിച്ചു, സ്വർഗത്തിൽ കയറുമോ? ഇത് തിരുത്തപ്പെടണം. ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് സ്വർഗത്തിലെ നിക്ഷേപം. അതാണ് വിശുദ്ധ കൊച്ചുദ്രസ്യ ചെയ്തത്. ഇനി നമ്മുടെ പാപികൾ, നമ്മുടെ ദേശത്ത് പാപികളുണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ ആരും പറഞ്ഞിട്ടില്ല. അപ്പുറത്തെ വീട്ടിലൊരു മനുഷ്യൻ മാരകമാവുത്തിയിരിക്കും, ആ മനുഷ്യന് വേണ്ടി ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ആ മനുഷ്യന് വേണ്ടി നീ നിന്റെ സഹനമേറ്റെടുത്ത് ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെച്ച് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിലെ നിക്ഷേപമാ. അങ്ങനെ എത്ര പേര് നിക്ഷേപം കൂട്ടിവെക്കുന്നുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗത്തിലെ നിക്ഷേപിത. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പല പള്ളിയും പൂട്ടപ്പെട്ട് എൻ്റെ ഈശോയെ
ദേവാലയങ്ങൾ തുറക്കപ്പെടണമെന്ന് പറഞ്ഞ് നീ നിന്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പ്രാർത്ഥന മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ ആരും അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധരൊക്കെ സ്വർഗത്തിൽ പോയതും വിശുദ്ധരായതും വലിയ കാര്യം കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറായിട്ടല്ല. കൊച്ചു ത്രേസ്യ എന്നാ ചെയ്തിട്ടാ വിശുദ്ധയായത്? കൊച്ചു ത്രേസ്യ ഏത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ആളാ? ഏത് ഡോക്ടറേറ്റ് ഉള്ള ആളാ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിക്ഷേപ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണേ തുറന്നു പറയാ വൈദികർക്ക് വേണ്ടിയാ. അവര് ഭയപ്പെട്ട് നിൽക്കുക. വൈദികർ ഉണരുവാൻ അൽമായര് പ്രാർത്ഥിക്കണം. ലോകമുള്ള വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി പരിഹാര പ്രാർത്ഥന ചെയ്ത് ഫൗസ്റ്റീനെ പോലെ, യൗപ്രാസ്യമിനെ പോലെ, മാർഗരറ്റ് മേരി അലഗോക്കിനെ പോലെ, സിയൻലയിലെ വിശുദ്ധ കാതറിനെ പോലെ ഓരോ കോൺവെന്റുകളും മധ്യസ്ഥ പ്രാർത്ഥന കേന്ദ്രമാകണ്ട സിസ്റ്റേഴ്സ് തളർന്നു പോകുമ്പോൾ അവിടെ സഭ തളരും. അതുകൊണ്ട് സിസ്റ്റേഴ്സ് ബലപ്പെടാൻ വേണ്ടി അൽമേര് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, ഭൗതിക പ്രാർത്ഥന ഞാൻ തുറന്നു പറയാം, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നടന്ന അത്ഭുതങ്ങൾ. ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോ എന്റെ കൂടെ ഒരു ബിജു എന്നൊരു സഹോദരനുണ്ട്. ലക്ഷങ്ങൾ കടമ, ഏലക്ക കിട്ടുന്നില്ല. അദ്ദേഹത്തോട് ഈ പ്രാർത്ഥന പറഞ്ഞ് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോ കഴിഞ്ഞ മാസം പറയാ, ഇതുവരെ കിട്ടിയതിന്റെ 4 ഇരട്ടി വിളവാ, ഇതുവരെ എടുത്ത് തീർന്നിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കണേ? ഇത് ഈശോയുടെ വചനമാ. പ്രാർത്ഥിക്കേണ്ട വിഷയം, നിന്റെ കാര്യം ദൈവം നടത്തും. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിന്റെ കാര്യം നടത്താൻ കഴിവുള്ളവനാ. നീ സഭയ്ക്ക് വേണ്ടി സ്നേഹിച്ചു പ്രാർത്ഥിക്കാറുണ്ടോ? ഇടവയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? രൂപതയിലെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മർദ്ദിത സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തില് ഓരോ ദിവസവും നീ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോ നിന്റെ അടുത്ത് വന്ന് കൈകൂപ്പിയിട്ട് എന്നെ ഓർക്കെന്ന് പറയണ വിശുദ്ധ ജദ്രൂദ് പറയുന്നില്ലേ? പാതിരപ്യ പറയുന്നില്ലേ? ഫിലിപ്പിനേരി പറയുന്നില്ലേ? ഓരോ വിശുദ്ധ കുർബാന നടക്കുമ്പോഴും നമ്മുടെ അടുത്ത് ശുദ്ധീകരണ സ്ഥല ആത്മാക്കള്, നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന ആത്മാക്കള് കരഞ്ഞിട്ട് ചോദിക്കും, നീ എന്നെ ഒന്ന് ഓർത്തേ മോളെ, എനിക്ക് വേണ്ടി ഈശോയുടെ ബലിയിൽ ചേർത്ത് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ച് കൈകുപ്പി നിൽക്കുന്ന നിന്റെ മരിച്ചുപോയ വല്യപ്പനെ നീ ഓർത്തു പ്രാർത്ഥിക്കാറുണ്ടോ? നീ ഓർക്കുന്ന നിന്റെ മക്കളെ മാത്ര. പ്രാർത്ഥന ശൈലികൾ മാറണം. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന ശൈലി അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. കേരളത്തിൽ 65 ലക്ഷം ക്രിസ്ത്യാനികളുണ്ട്. അതിന് 45 ലക്ഷം കത്തോലിക്കരുണ്ട്. ഈ 48 ലക്ഷം കത്തോലിക്ക വിശ്വാസികൾ കുടുംബത്തിലിരുന്ന് ഈ മേഖലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കേരള സഭയ്ക്കെതിരെ, ഭാരത സഭയ്ക്കെതിരെ, ആഗോള സഭയ്ക്കെതിരെ വരുന്ന പിശാചിന്റെ തുകങ്ങളെ തകർക്കാൻ പറ്റും. പക്ഷെ അവൻ ചെയ്യുന്ന പണി എന്നറിയോ? കേൾക്കണം, ഇവിടെ അൽമായര് നമ്മുടെ ഉള്ളിലേക്ക് വൈദിക വിരോധം കൊണ്ടുതരും. നമ്മുടെ ഉള്ളിലേക്ക് മാധ്യമങ്ങളിലൂടെ സഭാവിരോധം കൊണ്ടുവരും. നമ്മൾ പറയും വല്ലേലും കണക്കാ, ഇപ്പൊ ഒന്നുമില്ല, ആരുമില്ല, ഇടയില്ലാത്ത ആട് പോലെ. മക്കളെ പേടിക്കരുത്. ഒരൊറ്റ പാട്രിക്കാണ് അയർലൻഡിനെ എഴുന്നേൽപ്പിച്ചത്. ഒരു ഫൗസ്റ്റീനയാണ് പോളണ്ടിനെ എഴുന്നേൽപ്പിച്ചത്. ഒരു ബെനഡിക്റ്റ് ആണ് 5-ാം നൂറ്റാണ്ടിൽ സഭ എഴുന്നേൽപ്പിച്ചു നിർത്തിയത്. 12-ാം നൂറ്റാണ്ടിൽ അസീസിയിലെ ഫ്രാൻസിസ് ആണെങ്കിൽ ഈ കാലയളവിൽ ഇത് കേൾക്കുന്ന ദൈവമക്കളെ, നീയാണ് സഭയെ താങ്ങി നിർത്തേണ്ട അഭിഷേക ശക്തിയുള്ള ദൈവമക്കളാകേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാറുണ്ടോ? അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കൊളോസ്സസ് ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം തുടങ്ങിയത്, സഭയ്ക്കുണ്ടാകുന്ന കുറവുകൾ എൻ്റെ ശരീരത്തെ ഞാൻ വഹിക്കുക, ഞാൻ വഹിക്കണം. അൽമായരെ, അൽമായരെ, സഭയിലൊരു വേദന ഉണ്ടാകുമ്പോൾ നീ സഭയുടെ മകനാ, നീ സഭയുടെ മകനാ. സഭയിലെ ഒരു മെത്രാൻ വീണാൽ, ഒരു വൈദികം വീണാൽ, നീന്റെ ശരീരത്തിന്റെ ഭാഗമാ മോനെ വീഴുന്നത്. നീ അത് ഓർക്കാറുണ്ടോ? നീ ഒന്ന് കരയാറുണ്ടോ? നീ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നീ ചങ്കുപൊട്ടി ക്രൂശരൂപത്തെ കെട്ടിപ്പിടിക്കാറുണ്ടോ? നീ കരയാറുണ്ടോ സഭയ്ക്ക് വേണ്ടി? നീ കുറ്റം പറയാൻ മാത്രമല്ല നിന്നെ നാക്കെടുക്കണത്. നിന്റെ വാ തുറന്ന നീ സഭയെ വിമർശിക്കാനല്ല നിന്നെ നാക്കെടുക്കണത്. നീ എന്തെങ്കിലും, നീ മാർപ്പാപ്പ വിമർശിക്കുന്നവനല്ലേ? നീ എന്തെങ്കിലും ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ചങ്കു തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ മോനെ?
നീ എന്തെങ്കിലും നിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ മുഴുവൻ പ്രാർത്ഥിച്ചത് നിന്റെ പറമ്പിന് വേണ്ടിയും, നിന്റെ മക്കൾക്ക് വേണ്ടിയും, നിന്റെ പേരിന് വേണ്ടിയും, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും, നിന്റെ ജോലിക്ക് വേണ്ടിയും, നിന്റെ വിദേശ തടസ്സത്തിന് വേണ്ടിയും, നിന്റെ കടം മാറാനുമല്ലേ നീ പ്രാർത്ഥിച്ചത്. സഭയില്ലെങ്കിൽ കേൾക്കണം, ഞാനില്ല. ഈ പ്രസംഗിക്കാൻ തോമസ് കുമളി എന്ന് പറയുന്ന സുവിശേഷകൻ ഇവിടെ നിൽക്കുന്നത് കത്തോലിക്ക സഭ ഉള്ളതുകൊണ്ടാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭ ഇല്ലാതായ നിനക്ക് എങ്ങനെ കുമ്പസാരം എന്ന് കൂദാശ കിട്ടും? ഈ സഭ ഇല്ലാതായാൽ നിനക്കെങ്ങനെ ജീവന്റെ അപ്പമായി ഈശോ രണ്ടാം വരവ് വരെ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാന, വിശുദ്ധരൊക്കെ ഭക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാന നിനക്കെങ്ങനെ കിട്ടും? ഈ സഭ ഇല്ലാതായാൽ മരണശേഷമുള്ള പ്രാർത്ഥന നിനക്കെങ്ങനെ കിട്ടും? ഈ സഭയിലല്ലേ പരിശുദ്ധ അമ്മയുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ, സഭയെ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേക നിറവിന്റെ കൺവെൻഷനിൽ ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ കടഭാരങ്ങൾ, നിങ്ങളുടെ വേദന ആരും അറിയണ്ട. ഒരു ധ്യാനം ഒരു അച്ഛനും അറിയണ്ട, ഞങ്ങൾ ആരും അറിയണ്ട. നീ ആരും അറിയാതെ ഈശോയെ ഇത് എൻ്റെ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നപ്പാ. ഈശോയെ എൻ്റെ ഇന്നും കിട്ടിയ അപമാനം ഉണ്ടല്ലോ, ഞാൻ ഭാവിക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഈശോയെ എൻ്റെ കാലിലെ വേദനയുണ്ടല്ലോ, അതിന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു ആത്മാവിന് സമർപ്പിക്കുക. ദൈവമക്കൾ ഇങ്ങനെ അമ്മ ത്രേസ്യ വിശുദ്ധയായത്. അല്ലാതെ വലിയ കാര്യങ്ങൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം. ചെറിയ കാര്യങ്ങൾ ചെയ്ത അമ്മ ത്രേസ്യ ഒരു കരിയില എടുത്തിങ്ങനെ വെക്കുമ്പോൾ ഈശോട് പറയും, ഈശോയെ ഇത് ഭാവിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. നമ്മൾ കൊന്തയിലും അങ്ങനെ കാഴ്ച പുണ്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇതെല്ലാം സമർപ്പിക്കണം. നമുക്ക് വിശുദ്ധരാകണം.